എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ആർ കെ ബിജു. ആർ കെ ബീസ് ലീഗൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അഡ്മിനിസ്ട്രേറ്റീവ് ലോ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ കണ്ടു, മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ് എമർജ് ചെയ്ത് വന്ന സാഹചര്യത്തിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ട്രഡീഷണലായി ഉണ്ടായിരുന്ന പോലീസ് ഫങ്ഷൻസിന് പുറമെ ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുകയും അതിൻ്റെ ഫലമായി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ദി ഗവൺമെൻറ് ബിക്കെയിം വെരി പവർഫുൾ. എനോർമസ് പവേഴ്സാണ് എക്സിക്യൂട്ടീവിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും മുൻപ് ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്തിരുന്ന ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്, മുൻപ് എക്സ്ക്ലൂസീവായി ജുഡീഷ്യറി കൈകാര്യം ചെയ്തിരുന്ന ജുഡീഷ്യൽ ഫങ്ഷൻസ്, അതുപോലെ തന്നെ വർദ്ധിച്ച രൂപത്തിലുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, ഇതെല്ലാം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്, എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് വളരെയധികം പവർഫുള്ളായി മാറുകയും ചെയ്തപ്പോൾ അവരെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വീഴ്ചകൾക്ക്, തെറ്റുകൾക്ക് എങ്ങനെ പരിഹാരം കാണാം എന്നൊക്കെയുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ വിഷയം എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി അവശേഷിക്കുന്ന ഒരു കാര്യം, എന്തൊക്കെ റെമഡീസാണ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡീവിയൻസസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള റെമഡികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണ്. വ്യത്യസ്ത തരത്തിലുള്ള റെമഡികൾ അവൈലബിളാണ്. ഈ ഒരു ഏരിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും അഡ്മിനിസ്ട്രേറ്റീവ് ലോയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെമഡി അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസിൻ്റെ പേരിൽ നഷ്ടമുണ്ടായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെമഡി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ പ്രിറോഗേറ്റീവ് റെമഡീസാണ് ഏറ്റവും എഫിക്കേഷ്യസ് ആയിട്ടുള്ള റെമഡി അഗെയിൻസ്റ്റ് മാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് റിട്ട് ജൂറിസ്ഡിക്ഷനാണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം കിങ് വാസ് റിഗാർഡഡ് ആസ് ദ അൾട്ടിമേറ്റ് ഫൗണ്ടർ ഓഫ് ജസ്റ്റിസ്. അതുകൊണ്ട് തന്നെ കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നിയമവും കിങ്ങിന് ബാധകമായിരുന്നില്ല. കിങ് പറയുന്നതാണ് നിയമം. സ്വാഭാവികമായും കോമൺ ലോ കോടതികളിൽ നിന്ന് റെമഡി, ജസ്റ്റിസ് നടപ്പാക്കപ്പെട്ടിട്ടില്ല, ആഡിക്വേറ്റ് ആയിട്ടുള്ള റെമഡി ലഭിച്ചില്ല എന്ന് പരാതിയുള്ള വ്യക്തികൾക്ക് കിങ്ങിനെ നേരിട്ട് സമീപിച്ച് കാര്യം ബോധിപ്പിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് ഇക്വിറ്റി കോടതികൾ, ചാൻസറി കോടതികൾ ഇംഗ്ലണ്ടിൽ രൂപപ്പെടുകയും അത് കിങ്ങിൻ്റെ ഒരു പ്രെറോഗേറ്റീവ് റെമഡി എന്നുള്ള നിലയിൽ ഇംഗ്ലണ്ടിൽ അത് അവൈലബിൾ ആവുകയും ചെയ്തതാണ്. ഞാനതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ ഇപ്പോൾ പോകുന്നില്ല. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ റിട്ടുകൾ വഴി കിങ്ങിനെയും ശേഷം പിന്നീട് കിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് ലോർഡ് ചാൻസലറുടെ കീഴിലുള്ള ഒരു ഹൈറാർക്കി ഓഫ് കോർട്സ്, ചാൻസറി കോർട്സ്, ആ കോടതികളെയും സമീപിക്കാനുള്ള ഒരു സാഹചര്യം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് പാരലലായിട്ടുള്ള ഹൈറാർക്കി ഓഫ് കോർട്സ് ഇംഗ്ലണ്ടിൽ നിലവിലുണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചപ്പോൾ ആ സുപ്രീം കോടതിക്ക് ഇത്തരത്തിൽ റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരവും ആ ആക്ട് പ്രകാരം, റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ റിട്ട് ജൂറിസ്ഡിക്ഷൻ്റെ ഉത്ഭവം ഉണ്ടാവുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിയിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടായാൽ വി ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഡയറക്റ്റ്ലി. ആ നിലയ്ക്ക് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടാകുമ്പോൾ ഏത് പൗരനും, ഏത് വ്യക്തിക്കും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 32 പ്രകാരം ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു റൈറ്റാണ്. അത് തന്നെയും, ആ പ്രൊവിഷൻ തന്നെയും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതികൾക്കും റിട്ട് ജൂറിസ്ഡിക്ഷൻ അവൈലബിളാണ്. അപ്പോൾ ഈ റിട്ട് ജൂറിസ്ഡിക്ഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്രോപ്രിയേറ്റ് റിട്ട് സീക്ക് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെയും
ഹൈക്കോടതിയെയും സമീപിക്കാനുള്ള അവകാശം അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും തെറ്റായിട്ടുള്ള നടപടികളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വ്യക്തികൾക്ക് അവൈലബിളാണ്. ഞാൻ വളരെ വിശദമായി ആർട്ടിക്കിൾ 32-ൻ്റെയും ആർട്ടിക്കിൾ 226-ൻ്റെയും പ്രൊവിഷൻസിലേക്കും അതിന് ആവശ്യമായിട്ടുള്ള മറ്റ് കണ്ടീഷൻസിലേക്കൊന്നും വളരെ വിശദമായി പോകുന്നില്ല. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും 5 തരത്തിലുള്ള റിട്ടുകളാണ് ഇങ്ങനെ വ്യക്തികൾക്ക് സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ലഭ്യമാവാൻ കഴിയുന്നത്. വളരെ കൃത്യമായൊരു കാര്യം, ഇംഗ്ലീഷ് റിട്ടുകളെ സംബന്ധിച്ചുള്ള ടെക്നിക്കലായിട്ടുള്ള ആ റിജിഡിറ്റിയിൽ നിന്ന്, ആ റിഗറസ് ആയിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് കുറേ കൂടി ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു നിലപാടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റിട്സ് ഇൻ ദ നേച്ചർ ഓഫ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോരാരി, പ്രൊഹിബിഷൻ, കോവാറണ്ടോ എന്നൊക്കെയുള്ള രൂപത്തിൽ റിട്ടുകളെ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഓരോ റിട്ടുകളും ഏത് സാഹചര്യങ്ങളിലാണ് അനുവദിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ വിഷയം അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഭാഗമായും വിശദമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ച് ആ കാര്യങ്ങളും കൂടി ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോട് ചേർക്കേണ്ടതാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം, അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലേക്ക് കൂടുതൽ ആവശ്യമായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ആർക്കാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇൻവോക്ക് ചെയ്യാനുള്ള, ഹു ക്യാൻ അപ്ലൈ ഫോർ എ റിട്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. ഹു ഹാസ് ഗോട്ട് ദ ലോക്കസ് സ്റ്റാൻഡി ടു അപ്ലൈ ഫോർ എ റിട്ട്? ആർക്കാണ് റിട്ട് ചോദിച്ചുകൊണ്ട്, റിട്ട് റെമഡി സീക്ക് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാൻ കഴിയുന്നത്? രണ്ടാമത്തെ ഒരു പ്രശ്നം, ആർക്കെതിരായിട്ടാണ് റിട്ടുകൾ ഇഷ്യൂ ചെയ്യപ്പെടുന്നത്? ആർക്കെതിരായിട്ടാണ്? ഹൂ ഈസ് അമനബിൾ ടു ദ റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്? ഈ രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ലോക്കസ് സ്റ്റാൻഡിയെ സംബന്ധിച്ചിടത്തോളം, ആർക്കാണ് റിട്ട് ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ചിടത്തോളം ലോക്കസ് സ്റ്റാൻഡി ഉള്ളത്? ഈ ലോക്കസ് സ്റ്റാൻഡി കോൺസെപ്റ്റിൻ്റെ ഗ്രാജുവലായിട്ടുള്ള ഒരു ലിബറലൈസേഷൻ്റെ വിശദമായൊരു ചരിത്രമുണ്ട്. അതിലേക്ക് വളരെ ഡീറ്റെയിൽഡായി പോവാതെ ചില സൂചനകൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, തുടക്കത്തിൽ ട്രഡീഷണലായിട്ടുള്ള സ്റ്റാൻഡിങ്, അതെല്ലാ കാലത്ത് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ദ അഗ്രീവ്ഡ് പേഴ്സൺ സ്റ്റാൻഡിങ് ആണ്. ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്, ആർക്കാണോ നഷ്ടമുണ്ടായിട്ടുള്ളത്, ആർക്കാണോ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്, ആരുടെ റൈറ്റാണോ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അവർക്കാണ് റെമഡി സീക്ക് ചെയ്യാനുള്ള അവകാശം. എൻ്റെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ പോകണം, എൻ്റെ ഭാര്യയുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പോകണം, എൻ്റെ മക്കളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പോകണം, നിങ്ങളുടെ റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകണം എന്നതാണ് അഗ്രീവ്ഡ് പേഴ്സൺ സ്റ്റാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണോ അഗ്രീവ്ഡ് ആയിട്ടുള്ളത്, ആരുടെ റൈറ്റാണോ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അവർക്കാണ് കോടതിയെ സമീപിക്കാനുള്ള അവകാശം എന്നതാണ് ട്രഡീഷണലായി ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ധാരണ. ഇത് കൃത്യമായി 1978 വരെയുള്ള കാലത്ത്, 1950 മുതലുള്ള 78 വരെയുള്ള പീരീഡിലേക്ക് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. 1978-79 മുതൽ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെയും ജസ്റ്റിസ് ഭഗവതിയുടെയും നേതൃത്വത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂറിസ്പ്രുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവോൾവ് ചെയ്ത് വരുന്നത് വരെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡിങ് കോൺസെപ്റ്റാണ് നിലവിലുണ്ടായിരുന്നത്. ചിരഞ്ജിത്ത് ലാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസിൽ ഒരു ഷെയർ ഹോൾഡർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി അതിനെ ചലഞ്ച് ചെയ്തപ്പോൾ ഈ ഷെയർ ഹോൾഡർക്ക് പേഴ്സണലായിട്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ചലഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വ്യത്യസ്തങ്ങളായിട്ടുള്ള കേസുകളുണ്ട്, വിവിധ കേസുകളുണ്ട്. നിങ്ങൾ നോക്കുന്ന പുസ്തകങ്ങളിലൊക്കെ അത് കാണാൻ കഴിയും. അത്തരം കേസുകളിലൊക്കെ ഈ 1978 വരെ, 1951 മുതൽ 78 വരെയുള്ള പീരീഡിൽ നമ്മൾ കാണുന്നത് അഗ്രീവ്ഡ് പേഴ്സൺ സ്റ്റാൻഡിങ് ആണ്. എന്നാൽ അതിനുശേഷം നമുക്ക് ഗ്രാജുവലായി ഈ കോൺസെപ്റ്റ് ഓഫ് ലോക്കസ് സ്റ്റാൻഡിങ്ങിൽ ഒരു ലിബറലൈസേഷൻ കാണാൻ വേണ്ടി കഴിയും. ഷിഫ്റ്റിംഗ് ഓഫ് ദ എംഫസിസ് ഫ്രം എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ് ടു കൺട്രോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് എന്നതിലേക്കുള്ളൊരു മാറ്റമാണ് ഇതിലൂടെ കാണുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നിലപാട് വ്യക്തിയുടെ റൈറ്റിൻ്റെ വയലേഷന് റെമഡി കൊടുക്കുക, അഥവാ റൈറ്റ് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലോക്കസ് സ്റ്റാൻഡി കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ജൂറിസ്ഡിക്ഷനെ
അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കാം എന്ന് കാണുകയും അതുകൊണ്ട് തന്നെ ആര് വന്ന് പറയുന്നു എന്നതല്ല, എന്തിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്, എന്താണ് എതിർക്കപ്പെടേണ്ടത്, എന്താണ് നിയന്ത്രിക്കപ്പെടേണ്ടത് എന്നതിലേക്ക് ഫോക്കസ് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഗ്രാജ്വൽ ലിബറലൈസേഷനിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം. അതിൽ ആദ്യമായി വന്നത് നേരിട്ട് ഇഞ്ചുറി സഫർ ചെയ്ത ആൾ പോവേണ്ടതില്ല, മറിച്ച് നോഷണൽ ഇഞ്ചുറി സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് രണ്ടാമത് മാറുകയാണ്. RD ഷെട്ടി വേഴ്സസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. 1979 സുപ്രീം കോടതി ഡിസൈഡ് ചെയ്തൊരു കേസാണ്. RD ഷെട്ടി വേഴ്സസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി, എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ആ കേസിനകത്ത് ഇത്തരമൊരു പ്രശ്നം, ഒരു നോഷണൽ ഇഞ്ചുറിയുടെ പ്രശ്നമാണ്. അതിൻ്റെ ഫാക്ട്സ് വളരെ ചെറുതായി സൂചിപ്പിച്ചാൽ, രജിസ്റ്റേർഡ് സെക്കൻഡ് ക്ലാസ് ഹോട്ടലിയേഴ്സിൽ നിന്നാണ് എയർപോർട്ട് അതോറിറ്റി റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ ഇൻവൈറ്റ് ചെയ്തിരുന്നത്. എന്നാൽ അവസാനം ടെൻഡർ ഹയസ്റ്റ് ബിഡിൽ ഉറപ്പിച്ച പാർട്ടി ഒരു രജിസ്റ്റേർഡ് സെക്കൻഡ് ക്ലാസ് ഹോട്ടലിയർ ആയിരുന്നില്ല. ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വന്ന പെറ്റീഷണർ യഥാർത്ഥത്തിൽ ഇതിലൊരു ആപ്ലിക്കൻ്റ് പോലും ആയിരുന്നില്ല. അയാളുടെ വാദം ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഹോട്ടലിയേഴ്സിന് മാത്രമേ, രജിസ്റ്റേർഡ് സെക്കൻഡ് ക്ലാസ് ഹോട്ടലിയേഴ്സിന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട്, ഞാനതല്ലാത്തത് കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തില്ല. എന്നാൽ ഇത്തരം ആൾക്കാർക്കും കൊടുക്കുമായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കും അപ്ലൈ ചെയ്യാമായിരുന്നു, എനിക്കും ഇതിൽ പങ്കെടുക്കാമായിരുന്നു, ടെൻഡറിൽ പങ്കെടുക്കാമായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ അയാൾക്ക് ഇൻഫാക്റ്റ് അയാൾ ആപ്ലിക്കൻ്റ് അല്ലായിരുന്നത് കൊണ്ട് തന്നെ ആക്ച്വലായിട്ടുള്ള ഇഞ്ചുറി അയാൾക്കുണ്ടായിട്ടില്ലെങ്കിലും അയാൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നഷ്ടമായതുകൊണ്ട് അയാൾക്കൊരു നോഷണൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക് കാണുകയും അയാൾക്ക് ലോക്കൽ സ്റ്റാൻഡി ഉണ്ട് എന്ന് കോടതി പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ആക്ച്വൽ ഇഞ്ചുറി ഉണ്ടായിട്ടില്ലെങ്കിലും നോഷണൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ലോക്കൽ സ്റ്റാൻഡി ഉണ്ട് എന്നതിലേക്ക് മാറി. പിന്നീട് അത് കുറച്ചുകൂടി ലിബറലൈസ് ചെയ്യപ്പെട്ടിട്ട് പബ്ലിക് ഡ്യൂട്ടീസ് അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയാണെങ്കിൽ, പബ്ലിക് ഡ്യൂട്ടീസിൻ്റെ എൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും, അതിൽ നേരിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കല്ലാതെയും ആ പബ്ലിക് ഡ്യൂട്ടിയുടെ എൻഫോഴ്സ്മെൻറ്റിന് വേണ്ടി കോടതിയെ സമീപിക്കാം എന്ന നിലയിലേക്ക് അടുത്ത ഘട്ടത്തിൽ ഈ ലോക്കൽ സ്റ്റാൻഡിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് കൂടുതൽ ലിബറലൈസ്ഡ് ആവുകയാണ്. മുനിസിപ്പൽ കൗൺസിൽ ഓഫ് രത്ലം മുനിസിപ്പൽ കൗൺസിൽ വേഴ്സസ് വർദ്ധിച്ചന്ദ് എന്ന് പറയുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പ്രശസ്തമായ വിധിയുണ്ട്. 1980 ആ വിധി ഉണ്ടാവുന്നത്. അപ്പോൾ അതിലൂടെ പബ്ലിക് ഡ്യൂട്ടീസ് സച്ച് ആസ് പ്രൊവൈഡിങ് സാനിറ്ററി ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് റോഡ്സ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാൻ വ്യക്തികൾക്ക് അവകാശമുണ്ട് എന്ന നിലയിലേക്ക് അത് വർദ്ധിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടുമുള്ള ഗ്രാജ്വൽ ലിബറലൈസേഷൻ ക്ലാസ് സ്റ്റാൻഡിംഗ് എന്നുള്ള നിലയിലേക്കാണ്. അപ്പോൾ പേഴ്സണൽ ഇഞ്ചുറി സ്റ്റാൻഡിംഗ്, നോഷണൽ ഇഞ്ചുറി സ്റ്റാൻഡിംഗ്, പബ്ലിക് ഡ്യൂട്ടി സ്റ്റാൻഡിംഗ്, ഇപ്പോൾ ക്ലാസ് സ്റ്റാൻഡിംഗ്. അപ്പോൾ ഒരു ക്ലാസ്സിന് ആകെ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ആ ക്ലാസ്സിൽപ്പെട്ട ഏത് മെമ്പർക്കും കോടതിയെ സമീപിക്കാം, അയാൾക്ക് വ്യക്തിപരമായി നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എന്നുള്ള നിലയ്ക്കാണ് അത് വന്നത്. അത് സുനിൽ ബാത്ര കേസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചാൾസ് ശോഭരാജ് സഹ തടവുകാരൻ്റെ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചൊക്കെ കത്തെഴുതി അറിയിച്ചതിനെ തുടർന്ന് അത് റിട്ടായി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പറഞ്ഞ ആ കേസ് വളരെ പ്രശസ്തമാണ്, എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ക്ലാസ്സിൽപ്പെട്ട അയാൾക്ക് അപ്പോൾ തടവുകാരൻ എന്നുള്ള ക്ലാസ്സിൽ ഇവർ രണ്ടുപേരും പെടുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കത്തെഴുതിയ പെറ്റീഷണറായിട്ടുള്ള ആൾക്ക് നേരിട്ട് പീഡനങ്ങളൊന്നും സഹിച്ചില്ലെങ്കിലും സഹതടവുകാരൻ അനുഭവപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് അയാൾ അറിയിച്ചത്. അപ്പോൾ അതൊരു ക്ലാസ് സ്റ്റാൻഡിംഗ് എന്നുള്ള നിലയിലേക്ക് വരികയായിരുന്നു. പിന്നീട് അത് കൂടുതൽ ലിബറലൈസ് ചെയ്തത് പബ്ലിക് കൺസേൺ സ്റ്റാൻഡിംഗ് എന്നുള്ള നിലയിലേക്കാണ്. പബ്ലിക് കൺസേൺ സ്റ്റാൻഡിംഗ് ഒരു പബ്ലിക് കൺസേൺ ഒരു പ്രത്യേക ക്ലാസ്സിൽ ഉൾപ്പെട്ടത് കൊണ്ട് അല്ല, മറിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും അല്ല, ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക്, പബ്ലിക് കൺസേൺ ഉള്ള ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ആർക്ക് വേണമെങ്കിലും പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള നിലയ്ക്ക് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാം എന്നുള്ള ഒരു നിലയിലേക്ക് കോടതി ഈ കാര്യത്തെ കൂടുതൽ ലിബറലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ജഡ്ജസ് ട്രാൻസ്ഫർ കേസ് പോലെയുള്ള കേസുകൾ, ഒരുപാട് കേസുകളുണ്ട്. DC വാധ്വ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, ഈ കേസുകളൊക്കെ നിങ്ങൾക്ക് പരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ നിലയിലേക്ക് പബ്ലിക് സ്പിരിറ്റഡ് ആയിട്ടുള്ള ഏത് സിറ്റിസണും പബ്ലിക് കൺസേൺ ഉള്ള ഒരു വിഷയത്തെ കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ അവകാശമുണ്ട് എന്ന നിലയിലേക്ക്
പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം തന്നെ, ഒരു ശാഖ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂറിസ്പ്രുഡൻസിൽ ഉണ്ടായി വന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കോടതികൾ ഇതിനെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൃത്യമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വളരെ ലിബറലായി അനുവദിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് കുറച്ചുകൂടി മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ നേടാൻ വേണ്ടി കൂടുതൽ ഇത്തരത്തിലുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അത് തെറ്റായ വിധത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ള സംശയം ഉണ്ടായപ്പോൾ കോടതികൾ ഒരു റെസ്ട്രിക്ഷൻ അക്കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതും നമുക്ക് കാണാവുന്നതാണ്. ഇത്രയാണ് അതിൻ്റെ ലിബറലൈസേഷനെ കുറിച്ച് വളരെ പെട്ടെന്ന് സൂചിപ്പിച്ചു പോയത്. അത് വിശദമായിട്ട് നിങ്ങൾ പുസ്തകങ്ങളിലുണ്ട്, അത് പരിശോധിക്കണം. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് സിലബസിൽ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത്. രണ്ടാമത്തെ ഒരു പ്രശ്നം ആർക്കെതിരായിട്ടാണ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആസ് ഡിഫൈൻഡ് അണ്ടർ ആർട്ടിക്കിൾ 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ നിലയ്ക്ക് ആർട്ടിക്കിൾ 12 പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലാണ് ഈ റിട്ടുകൾ നിലനിൽക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതോറിറ്റി, അതിൽ അതർ അതോറിറ്റീസ് എന്നുള്ള ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്, ഓൾ ലോക്കൽ ആൻഡ് അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഓൾ ലോക്കൽ ഓർ അതർ അതോറിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. ഇതിൽ അതർ അതോറിറ്റീസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള വിധികളുടെ ഒരു സീരീസ് ഓഫ് ഡിസിഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്കും ഡീറ്റെയിൽ ആയി പോകുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, നിങ്ങളുടെ സിലബസിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ സിലബസിലും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കാര്യം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ ഉള്ളതോ, ഗവൺമെൻറ്റിൽ നിന്ന് ഫൈനാൻഷ്യൽ എയ്ഡ് പറ്റുന്നതോ, ഗവൺമെൻറ്റിൽ 50% ഷെയർ ഉള്ളതുമായിട്ടുള്ള എല്ലാ അതോറിറ്റീസും ഗവൺമെൻറ്, സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷനിൽ വരും. അവർക്കെതിരെയൊക്കെ തന്നെ റിട്ട് ജൂറിസ്ഡിക്ഷൻ അമനബിളാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള 5 തരത്തിലുള്ള റിട്ടുകളാണ് കോടതികൾ ഇഷ്യൂ ചെയ്യുക. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇൻവോക്ക് ചെയ്യുന്നതിനുള്ള മറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എല്ലാ ഓൾട്ടർനേറ്റീവ് റെമഡീസും എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, മറ്റ് റെമഡികൾ ഉണ്ടാവരുത്, അതുപോലെ തന്നെ ഡിലേ ഉണ്ടാവരുത്, അതേപോലെ തന്നെ റെസ് ജുഡിക്കേറ്റ ഇതിലും ആപ്ലിക്കബിൾ ആണ്. എന്നാൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ആദ്യം പോവേണ്ടത് എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ലെങ്കിലും സുപ്രീം കോടതി ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ ആദ്യം പോകാൻ കഴിയുന്നതാണെങ്കിൽ അവിടെ പോയതിന് ശേഷം മാത്രം സുപ്രീം കോടതിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ സുപ്രീം കോടതി തന്നെ പരിഗണിക്കേണ്ട വിഷയമാണെങ്കിൽ എന്നുള്ള നിലയ്ക്കാണ് റിട്ട് ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു റെമഡി എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റെമഡീസാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് സ്റ്റാറ്റ്യൂട്ടറി റെമഡീസാണ്. സ്റ്റാറ്റ്യൂട്ടറി റെമഡീസിൽ സിവിൽ സ്യൂട്ട്സ് ഉണ്ട്, സ്യൂട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പീൽസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രൈബ്യൂണലുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും, അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ പവർ ഓഫ് സൂപ്പറിൻറ്റൻഡൻസ് ഉണ്ട്, സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ടു ദ സുപ്രീം കോർട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ പ്രൊവിഷൻസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും ഉണ്ട് റിട്ട് ജൂറിസ്ഡിക്ഷന് പുറമെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്യൂട്ട് കൊടുക്കാൻ പറ്റും. സ്യൂട്ടിൽ തന്നെ നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും, ഇഞ്ചങ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, ഡിക്ലറേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ കോടതിയെ സമീപിക്കാം. അതൊക്കെ സമീപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉള്ളത് CPCയിലാണ്. സ്പെഷ്യൽ ലീവിനെ പോലെയുള്ള സ്പെഷ്യൽ ലീവ് പെറ്റീഷനെ പോലെയുള്ള കാര്യങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്രൊവിഷനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഉള്ള റെമഡികൾ സീക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഓംബുഡ്സ്മാൻ എന്നുള്ള ഒരു സംവിധാനമാണ്. ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ സ്വീഡനിൽ 1809 ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിട്ടില്ല, തെറ്റുകൾ പ്രകടമായി ഉണ്ടായിട്ടില്ല എങ്കിലും, ഇല്ലീഗാലിറ്റീസ് പ്രകടമായി ഉണ്ടായിട്ടില്ലെങ്കിലും മാൽ അഡ്മിനിസ്ട്രേഷൻ, കൃത്യമായി ഇല്ലീഗാലിറ്റി അല്ല എന്നാൽ ശരിയില്ലായ്മകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കാൻ കോടതിയിലെത്തണമെങ്കിൽ ഒരു റൈറ്റിൻ്റെ കൃത്യമായ വയലേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടില്ലെങ്കിലും മാൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ട്, മാലഫൈറ്റ്സ് ഉണ്ട്. മാലഫൈറ്റ്സ് ഒക്കെ കോടതിയിൽ തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അപ്പോൾ മാൽ അഡ്മിനിസ്ട്രേഷൻ പൊതുവിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ പരിശോധിക്കാനും അതുപോലെ തന്നെ ഈ രേഖകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതിയിലെത്തിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. മറിച്ച് ആ ഓഫീസിൽ, ബന്ധപ്പെട്ട ഓഫീസിൽ നേരിട്ട് പോയി പരിശോധിക്കാൻ അവകാശമുള്ള ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ നേരിട്ട് പോയി പരിശോധിച്ച്, ഒരു പക്ഷേ സർപ്രൈസ് രീതിയിൽ തന്നെ അത് പരിശോധിച്ച് ബോധ്യപ്പെടാൻ പറ്റുന്ന ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാവും എന്നുള്ള നിലയ്ക്കാണ് പാർലമെൻറ്റിൻ്റെ നേരിട്ടുള്ള കൺട്രോളിൽ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം സ്വീഡനിലും പിന്നീട് ഫിൻലൻഡിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ തന്നെ തുടങ്ങിയത്. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഹയറാർക്കിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല, മറിച്ച് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. ആ അതോറിറ്റി പക്ഷേ കോടതിയല്ല, പ്രത്യേകമായ ഒരു കേസിൻ്റെ ഒരു ആസ്പദമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഏത് തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും സിറ്റിസൺസിന് ഈ ഓംബുഡ്സ്മാൻ്റെ മുമ്പിൽ പരാതി പറയാം. അപ്പോൾ ഈ ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ ചില പ്രത്യേകതകൾ, അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിറ്റിസൺ ക്യാൻ മേക്ക് കംപ്ലയിൻറ്റ്സ് റിഗാർഡിംഗ് മാൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ദ സിറ്റിസൺ നീഡ് നോട്ട് പ്രൂവ് ഹിസ് അലിഗേഷൻ. അപ്പോൾ അയാൾ അലിഗേഷൻ ഉന്നയിച്ചാൽ മതി, പ്രഥമദൃഷ്ട്യാ ശരിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ മതി. അത് അന്വേഷിച്ച് തെളിവ് കണ്ടെത്താനുള്ള കാര്യം ഈ ഓംബുഡ്സ്മാൻ ചെയ്തോളും. പലപ്പോഴും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ അഡ്മിനിസ്ട്രേറ്റീവ് രഹസ്യങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ കോടതിയിൽ നമ്മൾ കേസുമായിട്ട് പോകുമ്പോൾ നമ്മൾ തെളിവുമായി പോകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് വരുന്നത് കൊണ്ട് പലപ്പോഴും വ്യക്തികൾ അത്തരം കോടതികളെ സമീപിക്കുന്ന പിന്തിരിയുകയാണ് ചെയ്യാറ്. എന്നാൽ ഓംബുഡ്സ്മാൻ്റെ മുമ്പിൽ നമ്മൾ പരാതി ബോധിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സോളിഡായിട്ടുള്ള പ്രൂഫൊന്നും നമ്മൾ എവിഡൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ ഒരു പ്രൈമാ ഫേഷ്യേ പ്രഥമദൃഷ്ട്യാ ഒരു കാര്യം കേസ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഓംബുഡ്സ്മാൻ അത് അന്വേഷിക്കുമെന്നുള്ളതാണ്. ഈ ഓംബുഡ്സ്മാന് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ഫയൽസിലേക്കും ആക്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഓംബുഡ്സ്മാന് ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള അവകാശമുണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ പരാതി കൊടുക്കുന്നതിന് ഫർദറായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് ഈ പരാതിക്കാരൻ വഹിക്കേണ്ടതില്ല. അതൊക്കെ തന്നെ ഓംബുഡ്സ്മാൻ ചെയ്യും. ഈ ഓംബുഡ്സ്മാനെ സംബന്ധിച്ചിടത്തോളം ഓംബുഡ്സ്മാന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓർഡർ പുറപ്പെടുവിക്കാനോ ഡിസിഷൻ ഉണ്ടാക്കാനോ ഉള്ള അധികാരമില്ല. മറിച്ച് അദ്ദേഹത്തിന് അന്വേഷിക്കാനുള്ള അധികാരമാണുള്ളത്. എന്നിട്ട് അത് റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള അധികാരമാണുള്ളത്. അതൊരു റെക്കമെൻഡേറ്ററി ബോഡിയാണ്. അത്തരത്തിൽ റെക്കമെൻഡേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെ ചെയ്യണം എന്ന് കൊടുക്കും. ആ നിലയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ആ നിലയ്ക്ക് അത് പിന്നീട് അതിനകത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കപ്പെടും എന്നൊക്കെയുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ പീരിയോഡിക്കലായിട്ട് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ ഫങ്ഷനിങ്സിനെ കുറിച്ച് റിപ്പോർട്ടുകൾ, ഇപ്പോൾ ഓരോ പ്രത്യേക, ഇപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഓംബുഡ്സ്മാൻ, വ്യത്യസ്ത തരത്തിലുള്ള മേഖലകളിൽ പ്രത്യേക ഓംബുഡ്സ്മാനൊക്കെ നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓംബുഡ്സ്മാനൊക്കെ തന്നെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതിനുള്ള ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓംബുഡ്സ്മാന് ഒരു പരാതിയും ലഭിക്കാതെ സുവമോട്ടോ തന്നെയും നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഓംബുഡ്സ്മാൻ എന്ന സംവിധാനത്തിലൂടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എമർജ് ചെയ്ത് വന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ലോക്പാൽ, അതുപോലെ തന്നെ ലോകായുക്ത എന്നൊക്കെയുള്ള രൂപത്തിലാണ് നമ്മളുടെ ഇതിൽ നടപ്പാക്കിയത്. അപ്പോൾ ഇത്രയൊക്കെ റെമഡികളാണ് മാൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സസസിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക്, വ്യക്തികൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇഞ്ചുറി, എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പരാതിപ്പെടാനുള്ള ഇത്രയും റെമഡികളാണ്, ഈ വ്യത്യസ്ത തരത്തിലുള്ള റെമഡികളാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റെമഡികളാണുള്ളത്. 1 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, 2 സ്റ്റാറ്റ്യൂട്ടറി റെമഡി, 3 റെമഡി ബൈ വേ ഓഫ് ഓംബുഡ്സ്മാൻ അടക്കമുള്ള ട്രൈബ്യൂണലുകളും അടക്കമുള്ള റെമഡികളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് റെമഡീസിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇങ്ങനെ ലീഗൽ പ്രൊസീഡിങ്സ് വരുമ്പോൾ അടുത്തൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയും ഈ ക്ലാസ്സും ഈ സീരീസും അവസാനിപ്പിക്കുകയാണ്. അവസാനമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള ലീഗൽ പ്രൊസീഡിങ്സ് ഗവൺമെൻറ്റിനെതിരെ വരുമ്പോൾ
ഗവൺമെൻറ് മറ്റെല്ലാ വ്യക്തികളെയും പോലെ തന്നെയാണോ ഈ ലീഗൽ പ്രൊസീഡിങ്സിനെ നേരിടുന്നത്? അതോ ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വല്ല സ്പെഷ്യൽ പ്രിവിലേജസും ഉണ്ടോ? ഗവൺമെൻറ് വ്യക്തികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്ത ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ശരിയാണ്. എങ്കിലും ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ സാധാരണ വ്യക്തികളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റൈറ്റിയാണ്, ഒരു ബോഡിയാണ്, ഒരു അതോറിറ്റിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ചില പ്രത്യേക അവകാശങ്ങൾ ഗവൺമെൻറ്റിനുണ്ട്. സോ വാട്ട് ആർ ദ ഗവൺമെൻറ് പ്രിവിലേജസ് ഇൻ ലീഗൽ പ്രൊസീഡിങ്സ്? ഇപ്പോൾ ലീഗൽ പ്രൊസീഡിങ്സ് ഗവൺമെൻറ്റിനെതിരായിട്ട് വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സ്പെഷ്യൽ പ്രിവിലേജസ് ആണ് ഗവൺമെൻറ്റിന് ലഭ്യമാവുന്നത് എന്നും കൂടി വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ മറ്റ് വിഷയങ്ങളുമായിട്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടു, ഗവൺമെൻറ്റിനെതിരെ സ്യൂട്ട് കൊടുക്കുന്നതിന്, സാധാരണ നിലയ്ക്കുള്ള സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന്, കേസ് ഫയൽ ചെയ്യുന്നതിന്, സിവിൽ സ്യൂട്ട് കൊടുക്കുന്നതിന് ഒരു വ്യക്തിക്ക് കഴിയും, ആ നിലയ്ക്കുള്ള ഒരു ഗ്രീവൻസ് അയാൾക്കുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എക്സിനെതിരെ കേസ് കൊടുക്കാനാണെങ്കിൽ അത് കേസ് കൊടുത്താൽ മതി, മറ്റു വേറെ കാര്യങ്ങളൊന്നുമില്ല. CPC-ലുള്ള പ്രൊവിഷൻസ് ഉണ്ട്, അതനുസരിച്ച് കൊടുത്താൽ മതി. എന്നാൽ CPC-യിൽ തന്നെ വളരെ കൃത്യമായി ഗവൺമെൻറ്റിനെതിരെയോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെതിരെയോ അവരുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ കേസ് കൊടുക്കുമ്പോൾ സെക്ഷൻ 80 പ്രകാരം, സെക്ഷൻ 80 CPC പ്രകാരമുള്ള 2 months നോട്ടീസ് നിർബന്ധമാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഗവൺമെൻറ് സാധാരണ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാണ്. വ്യക്തികളെ, സിറ്റിസൻസിനെ ഒരു എതിർകക്ഷികളായി അല്ലെങ്കിൽ ശത്രുക്കളായി കരുതിക്കൊണ്ട് ഗവൺമെൻറ് പ്രവർത്തിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ പ്രശ്നം വരാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ അത് ആദ്യം അറിയിച്ചാൽ, ഗവൺമെൻറ്റിന് ഒരല്പം സമയം അനുവദിച്ചാൽ ഈ പ്രശ്നം അമിക്കബിളായി കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ്റിന് ഒരു നോട്ടീസ് ആദ്യം കൊടുക്കണം. ആ നോട്ടീസ് കൊടുത്ത് 2 മാസത്തെ സമയം അനുവദിക്കണം. ആ സമയത്തിനുള്ളിൽ ഗവൺമെൻറ് അത് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിൻ്റെയും വിശദാംശങ്ങളൊക്കെ, ഇതിൻ്റെ കണ്ടീഷൻസൊക്കെ വളരെ വിശദമായിട്ട് CPC-യിൽ പറയുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ നോട്ടീസ് ഡിസ്പെൻസ് ചെയ്യാൻ കഴിയുന്നതൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രിവിലേജാണ് പ്രിവിലേജ് ഓഫ് നോട്ടീസ് എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഈ 2 months നോട്ടീസ് കൊടുക്കാതെ നേരെ സ്യൂട്ട് കൊണ്ട് ഫയൽ ചെയ്താൽ നിങ്ങൾ അത് മെയിൻറ്റെയിനബിൾ ആവില്ല. ഈ നോട്ടീസ് മാൻഡേറ്ററി ആണ്. കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്യാൻ ഈ നോട്ടീസ് നിർബന്ധമാണ് എന്നുള്ളതാണ് CPC പ്രൊവിഷനിൽ നമ്മൾ കാണുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രിവിലേജ് ടു വിത്ത് ഹോൾഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ്. ഇത് എവിഡൻസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ ഈ മേഖലകളിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മറ്റ് നിയമങ്ങളിൽ കൂടുതൽ മോർ ഫുള്ളി കവർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് ചേഞ്ച് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. മുൻപത്തെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് വളരെ സീക്രസി കീപ്പ് ചെയ്യേണ്ട, കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ട പല ഡോക്യുമെൻറ്റുകളും പല കാര്യങ്ങളുമുണ്ട്, പല എവിഡൻസുകളുമുണ്ട്. ഇതൊക്കെ തന്നെ കോടതിയിൽ വരികയും പരസ്യമാവുകയും ചെയ്താൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന, രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ചില ഡോക്യുമെൻറ്റുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്ന് ഒരു ഇമ്മ്യൂണിറ്റി, ഒരു പ്രിവിലേജ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, പ്രിവിലേജ് ടു വിത്ത് ഹോൾഡ് സർട്ടൺ ഡോക്യുമെൻറ്റ്സ്, കോടതിയുടെ മുമ്പിൽ ആ ഡോക്യുമെൻ്റ് കൊണ്ടുവന്നാലേ കാര്യം മനസ്സിലാവുള്ളൂ. പക്ഷേ ഗവൺമെൻറ് പറയുകയാണ് ആ ഡോക്യുമെൻ്റ് പരസ്യപ്പെടുത്താൻ കഴിയുന്നതല്ല, അത് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ്, അത് കോടതിക്ക് പരിശോധിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് ഗവൺമെൻറ്റിന് ഒരു ക്ലെയിം കൊണ്ടുവന്നാൽ അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളതാണ്. ഞാൻ അതിലും കൂടുതലൊന്നും സൂചിപ്പിക്കുന്നില്ല. ഡങ്കൻ വേഴ്സസ് കാർമൽ ലേയാർഡ് ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന 1942 ഡിസിഷൻ ഇംഗ്ലീഷ് ഡിസിഷനിലുണ്ട്. അതേപോലെ തന്നെ കോൺവേ വേഴ്സസ് റിമ്മർ എന്ന് പറയുന്ന 1968 ഡിസിഷനുണ്ട്. ഈ 2 ഡിസിഷനാണ് 2 പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഡിസിഷനിൽ ഗവൺമെൻറ് അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കോടതിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റ് കോടതിക്ക് ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ലീഗൽ പൊസിഷൻ. എന്നാൽ 1968 ഡിസിഷൻ കോൺവേ വേഴ്സസ് റിമ്മർ എന്ന ഡിസിഷനോടുകൂടി കോടതിക്ക് ആ ക്ലെയിമിൻ്റെ വാലിഡിറ്റി പരിശോധിക്കാം. അങ്ങനെ ആ ഡോക്യുമെൻ്റ് ഈ പ്രിവിലേജ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ആ പ്രിവിലേജ് അനുവദിച്ചാൽ മതി. ഗവൺമെൻറ് ക്ലെയിം ചെയ്തു എന്നുള്ളത് കൊണ്ട് അനുവദിച്ചോളണം എന്ന് നിർബന്ധമില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് മാറുകയുണ്ടായി. തുല്യമായ ഒരു ഡിഫറൻസ് ഇന്ത്യൻ ലോയെ സംബന്ധിച്ചിടത്തോളം, സെക്ഷൻ 123 ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇപ്പോൾ ഭാരതീയ സാക്ഷി അധിനിയം BSA വന്നതിന് ശേഷം അത് 132 ഓഫ് ദ സെക്ഷൻ 132 ഓഫ് ദ BSA ആണ്. അപ്പോൾ പ്രൊവിഷനിൽ മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെയാണ്, സെക്ഷൻ നമ്പറിൽ മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കോടതിയിൽ ചില ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന്
ഗവൺമെൻറ്റിന് പ്രിവിലേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഗവൺമെൻറ് അതെങ്ങനെയാണ് ആ പ്രിവിലേജ് ക്ലെയിം ചെയ്യേണ്ടത്? ആ പ്രിവിലേജ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കോടതിയുടെ റോൾ എന്താണ്? ഈ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു, അതൊരു അഫിഡവിറ്റ് വഴി ഗവൺമെൻറ് ആ കാര്യങ്ങൾ പറയണം, എന്ത് തരത്തിലാണ് ഇതിന് പ്രിവിലേജ് ക്ലെയിം ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് വിശദീകരിക്കണം. അങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞാൽ അത് ഫൈനലാണോ, കോടതി അത് അക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തെ സംബന്ധിച്ചും ഒരു സീരീസ് ഓഫ് കേസസ് ഉണ്ട്. ഇപ്പോൾ അവസാനത്തെ പൊസിഷൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കോടതിക്ക് അത് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഇംഗ്ലീഷ് നിയമത്തിൽ വന്നിട്ടുള്ളത് പോലെ തന്നെയുള്ള ഒരു മാറ്റത്തിലേക്കാണ് നമ്മളും എത്തിച്ചേർന്നിരിക്കുന്നത്. കോടതിക്ക് അത് പരിശോധിക്കാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ അഫിഡവിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ആ ക്ലെയിം ഓഫ് പ്രിവിലേജ് അനുവദിക്കണം എന്ന് നിർബന്ധമില്ല. കോടതി അത് പരിശോധിച്ച് കോടതിക്കും കൂടി ബോധ്യപ്പെട്ടാൽ മാത്രമേ, ആ ഡോക്യുമെൻ്റ് കാണിക്കേണ്ടതില്ല, പക്ഷേ ആ ഡോക്യുമെൻറ്റിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആ ക്ലെയിം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യം ശരിയാണോ എന്ന് കോടതി ഒരു എൻക്വയറി നടത്തും, ഒരു പരിശോധന നടത്തും. ആ പരിശോധനയിൽ കോടതിക്ക് കൊണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് എവിഡൻസിൽ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോടതി തീരുമാനിക്കുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പ്രശ്നമുള്ളത് ഇമ്മ്യൂണിറ്റി ഫ്രം സ്റ്റാറ്റ്യൂട്ട് ഓപ്പറേഷനാണ്. വെദർ ദ ഗവൺമെൻറ് ഈസ് ബൗണ്ട് ബൈ എ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ. ഈ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കിയത് ഗവൺമെൻറ് തന്നെയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു ധാരണ, ക്രൗൺ കിങ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ഇറ്റ്സ് ഓൺ ക്രിയേഷൻ. ഈ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കിയത് കിങ്ങാണ്. അപ്പോൾ കിങ്ങിന് താനുണ്ടാക്കിയ നിയമം തനിക്ക് തന്നെ ബാധകമാണോ? ഞാനുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം എനിക്ക് തന്നെ ബാധകമാണോ? ഞാനാണല്ലോ നിയമം ഉണ്ടാക്കിയത്, അപ്പോൾ എനിക്ക് ആ നിയമം ബാധകമാണോ? ഗവൺമെൻറ് ആണല്ലോ നിയമം ഉണ്ടാക്കുന്നത്, അപ്പോൾ ഗവൺമെൻറ്റിന് അത് ബാധകമാണോ എന്നൊക്കെ തരത്തിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ലോയുടെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ഡിസിഷൻസ്, പ്രൊവിൻസ് ഓഫ് ബോംബെ വേഴ്സസ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ബോംബെ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു പ്രിവി കൗൺസിൽ ഡിസിഷനുണ്ട്. ആ ഡിസിഷനിൽ പിന്നെ എടുത്തിട്ടുള്ള ഒരു ചോദ്യം കിങ്ങിന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ബാധകമല്ല എന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ ഡയറക്ടർ ഓഫ് റേഷനിങ് വേഴ്സസ് കോർപ്പറേഷൻ ഓഫ് കൽക്കട്ട എന്ന് പറയുന്ന ഒരു ഡിസിഷനിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യം, കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൽക്കട്ട ഇത് കൽക്കട്ട മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഈ റേഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കേസുകളാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. പിന്നെ കൽക്കട്ട മുനിസിപ്പാലിറ്റിയിൽ ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഒരു പർട്ടിക്കുലർ അളവിൽ കവിഞ്ഞിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാൻ അവകാശം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കോർപ്പറേഷൻ ഓഫ് കൽക്കട്ട, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കോർപ്പറേഷൻ ഓഫ് കൽക്കട്ട റേഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ പിന്നെ ഈ കേസിൽ കോടതി പറഞ്ഞത്, ഡയറക്ടർ ഓഫ് റേഷനിങ് വേഴ്സസ് കോർപ്പറേഷൻ ഓഫ് കൽക്കട്ട കേസിൽ കോടതി പറഞ്ഞത്, സ്റ്റേറ്റിനും ലൈസൻസ് എടുക്കണം എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് എടുക്കേണ്ടതില്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ സ്റ്റേറ്റിനും ആപ്ലിക്കബിൾ ആണ് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സ്റ്റേറ്റിന് ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു സ്റ്റാൻഡാണ് ഈ ഡയറക്ടർ ഓഫ് റേഷനിങ് കേസിൽ കോടതി പറഞ്ഞത്, 1960 പറഞ്ഞത്. എന്നാൽ പിന്നീട് സൂപ്പറിൻറ്റൻഡൻറ്റ് ആൻഡ് റിമംബറൻസർ ഓഫ് ലീഗൽ അഫയേഴ്സ് വേഴ്സസ് കോർപ്പറേഷൻ ഓഫ് കൽക്കട്ട എന്ന് പറയുന്ന തുടർച്ചയിൽ ഇതേ പ്രശ്നം തന്നെ ഉന്നയിക്കുന്ന രണ്ടാമത്തെ, കോർപ്പറേഷൻ ഓഫ് കൽക്കട്ടയുമായി ബന്ധപ്പെട്ട് ഈ റേഷനിങ്ങുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ഈ കേസിൽ കോടതി ഈ ആദ്യത്തെ ഡയറക്ടർ ഓഫ് റേഷനിങ് കേസ് 1960 വിധിയെ പുനഃപരിശോധിക്കുകയും കോടതി അതിലൊരു തിരുത്തൽ വരുത്തുകയും ചെയ്തു. അവിടെ മാറ്റം വരുത്തിയത്, ദ സ്റ്റേറ്റ് ഈസ് ബൗണ്ട് ബൈ എ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ അൺലെസ് എക്സ്ക്ലൂഡഡ് എക്സ്പ്രസ്ലി ഓർ ബൈ നെസസറി ഇംപ്ലിക്കേഷൻ. അപ്പോൾ സ്റ്റേറ്റിന് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റേറ്റിന് ആപ്ലിക്കബിൾ ആണ് എന്ന നിലയിലേക്കൊരു മാറ്റമുണ്ടായി. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിയമം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ്, വളരെ പെട്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മറ്റ് മേഖലകളിൽ വരുന്നതാണ്, അപ്പോൾ മറ്റ് വിഷയങ്ങളിലുള്ളതാണ്, ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഫ്രം എസ്റ്റോപ്പൽ എന്ന് പറയുന്ന അവസാനത്തെ ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എസ്റ്റോപ്പൽ സ്റ്റേറ്റിനും ബാധകമാണ്. അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട്. പ്രോമിസറി എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ക്ലെയിമാണ് പ്രോമിസറി എസ്റ്റോപ്പൽ എന്താണെന്നുള്ളത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ്, ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ, എസ്റ്റോപ്പൽ ഗവൺമെൻറ്റിന് ബാധകമാവാതിരിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗവൺമെൻറ്റിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷന് എതിരായിട്ട് വരികയാണെങ്കിൽ, നോ എസ്റ്റോപ്പൽ അഗെയിൻസ്റ്റ് എ സ്റ്റാറ്റ്യൂട്ട് എന്നുള്ളതാണ് ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്ത പ്രവൃത്തി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ
അതിനെതിരായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു എസ്റ്റോപ്പൽ, ഗവൺമെൻറ് ഒരു പ്രീവിയസ് റെപ്രസെൻറ്റേഷനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനെതിരായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ മുൻപ് ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഗവൺമെൻറ്റിനെ എസ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അടുത്ത ഒരു കാര്യവുമുള്ളത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് എക്സസൈസ് ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനെ തടയുന്ന തരത്തിൽ ഒരു എസ്റ്റോപ്പലിന് പ്രവർത്തിക്കാനാവില്ല. അപ്പോൾ ഗവൺമെൻറ്റിനെ നിങ്ങൾ എസ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ച് ഗവൺമെൻറ് എക്സസൈസ് ചെയ്യേണ്ട പവേഴ്സ് എക്സസൈസ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന രൂപത്തിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെയും വിശദാംശങ്ങൾ എവിഡൻസ് ആക്ടിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ സിലബസ് പരിശോധിച്ചിട്ട് ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഭാഗങ്ങളും കൂടെ നോക്കണം എന്ന് മാത്രമേ ഇപ്പോൾ ഞാനിതിൽ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ കോർ ഏരിയ എന്നുള്ള നിലയ്ക്ക് സിലബസുകളിൽ ഉൾക്കൊള്ളിച്ച് കാണാറുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെയുള്ള വളരെ പെട്ടെന്നുള്ള ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ള നിലയ്ക്കാണ് സൂചിപ്പിച്ചു വന്നത്. എല്ലാവർക്കും നല്ല വിജയം പരീക്ഷകളിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.